വിദേശ രാജ്യത്ത് ജോലി നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് എയർ കൺസൾട്ടൻസി എന്ന് പറയുന്ന ഒരു ഏജൻസിയുടെ ലേബലിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള വലിയ ഒരു തട്ടിപ്പിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പറയാനുള്ളത്. അതായത് രാജേഷ് ഐ വി എന്ന് പറയുന്ന ഒരു ആൾ, അയാളുടെ കൂടെ സഹായിയായിട്ടുള്ള മനുമോൻ ജോസ് എന്ന് പറയുന്ന ആൾ ഈ പറഞ്ഞ കൺസൾട്ടൻസിയുടെ പേരിൽ വിദേശത്തെ പല രാജ്യങ്ങളിലേക്കും വലിയ ശമ്പളം പ്രതിഫലമായി ലഭിക്കുന്ന തരത്തിൽ ജോലി തരപ്പെടുത്തി തരാമെന്ന് പറഞ്ഞുകൊണ്ട് സമീപിക്കുകയും അവർ പലവിധ മോഹന വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് നമ്മളെ അവരുടെ വലയിലേക്ക് വീഴിക്കുകയും തുടർന്ന് ഏതെങ്കിലും രാജ്യത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ആ രാജ്യത്തെ ഒരു കമ്പനിയുടെ പേരിൽ നമുക്ക് അവരുടെ പ്രത്യേകതകളും അവരുടെ ജോലിയുടെ പ്രതിഫലവും ഒക്കെ പറഞ്ഞ് അങ്ങ് ഇവരുടെ വലയിൽ വീഴ്ത്തിയതിന് ശേഷം നമ്മുടെ പാസ്പോർട്ടും മറ്റു കാര്യങ്ങളും ഒക്കെ ക്ലിയർ ആണോ എന്ന് അന്വേഷിച്ചിട്ട് പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടി അവർ തന്നെ മുൻകൈ എടുത്ത് പറഞ്ഞുവിടുകയും നമുക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുകയും തുടർന്ന് മെഡിക്കലിനും അതിനിടയിൽ വർക്ക് പെർമിറ്റ് അതുപോലെ വിസ പോലും പാസ്പോർട്ടിൽ വിസ പോലും സ്റ്റാമ്പ് ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു വലിയ തട്ടിപ്പ് ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. എവിടെ കേന്ദ്രീകരിച്ചാണ്? പ്രധാനമായിട്ടും സംസ്ഥാന വ്യാപകമായിട്ടാണ് ഈ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായിട്ട് ഇതിൻ്റെ പ്രധാന കക്ഷി എന്ന് പറയുന്ന രാജേഷ് കണ്ണൂർ സ്വദേശിയാണ്. അദ്ദേഹം കഴിഞ്ഞ 18 വർഷമായി ഇപ്പോൾ പാലായിലാണ് താമസം. ഈ 18 വർഷം മുമ്പ് കണ്ണൂരിൽ നിന്ന് അദ്ദേഹം പാലായ്ക്ക് വരാൻ, ഏകദേശ കണക്കാണ് ഞാൻ പറയുന്നത്, കണ്ണൂരിൽ നിന്ന് പാലായ്ക്ക് വരാൻ കാരണമായിട്ടുള്ളത് ഈ പണി കണ്ണൂരിൽ ചെയ്തുകൊണ്ടാണ്. കണ്ണൂരിൽ ഇതുപോലെ വിദേശത്ത് ആളുകളെ കയറ്റിവിടാൻ വേണ്ടി സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിൻ്റെ പേരിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നാണ് അയാൾ അവിടെ നിന്ന് പാലായിൽ വന്നത്. പാലായിൽ വന്നതിന് ശേഷവും കഴിഞ്ഞ 2018-ലും ഇപ്പോൾ ഈ 2024 മുതലും അയാൾ ഇത്തരം വിഷയങ്ങളിൽ പ്രതിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. രാജേഷിനെ ഇതുവരെ പിടിച്ചിട്ടില്ല. എന്നാൽ ഞങ്ങൾ ഈ 2024 കബളിപ്പിക്കപ്പെട്ടു എന്നറിഞ്ഞതിന് ശേഷം, ഞങ്ങളുടെ പണമെല്ലാം നഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിന് ശേഷം ഈ മനുമോൻ ജോസിൻ്റെ വീട് കേന്ദ്രീകരിച്ച് വന്ന ആളുകൾ പല സംസ്ഥാനത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്ന്, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം മുതൽ ഇങ്ങ് വന്ന ആളുകളെ പല സന്ദർഭങ്ങളിൽ പല സ്ഥലത്ത് വെച്ച് ഞങ്ങൾക്ക് തമ്മിൽ കൂടിക്കാണാൻ കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ആക്ഷൻ കൗൺസിലിൻ്റെ നേതൃത്വം കൊടുത്തു കഴിഞ്ഞ 2024 ജൂലൈ 21 ആ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചതിന് ശേഷം ഇവർക്കെതിരെ ഞങ്ങൾ ജോയിൻ്റ് ആയിട്ടുള്ള നടത്തിയിട്ടുള്ള നീക്കം ഇവരെ വളരെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായി പോലീസ് കേസെടുത്തിട്ടുണ്ട്. കുറച്ച് സ്റ്റേഷനുകളിൽ ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, ബഹുമാനപ്പെട്ട DGPക്ക് കൊടുത്തു, മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുത്തു. എല്ലാ സ്റ്റേഷനുകളിലും അവരവർ പോയി ഒറ്റയ്ക്ക് പരാതി കൊടുത്തു. ആ പരാതികളുടെയൊക്കെ കുറച്ച് പോലീസ് എടുത്തിട്ടുള്ള കേസിൻ്റെ അടിസ്ഥാനത്തിൽ മനുമോൻ ജോസ് എന്ന് പറയുന്ന ഈ രണ്ടാം കക്ഷിയെ പോലീസ് ഏകദേശം 3 മാസത്തോളം അകത്ത് പാലാ സബ് ജയിലിൽ ഇട്ടിരുന്നു. രാജേഷിനെ ഇതുവരെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. രാജേഷ് എന്ന് പറയുന്നയാൾ ഞങ്ങളുടെ കണക്കുകൂട്ടലും ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ രാഷ്ട്രീയ ബന്ധമുള്ളയാളാണ്, നല്ല ഭരണ സ്വാധീനം ഉള്ളയാളാണ്. അതുകൊണ്ടാണ് രാജേഷിനെ ഇതുവരെ പിടിക്കാത്തത് എന്നുള്ള ശക്തമായ അഭിപ്രായമാണ് ഞങ്ങൾ 40 പേര് കൂടിയാണ്. അതായത് ആ സമയത്ത് ഏതാണ്ട് 100-ലധികം ആളുകൾ ആക്ഷൻ കൗൺസിലുണ്ടായിരുന്നു. ആ സമയത്ത് കേസ് കൊടുത്തിരുന്ന 40 ആളുകൾ, പോലീസ് സ്റ്റേഷനുകളിൽ കേസ് കൊടുത്ത 40 ആളുകൾ കൂടിയിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പരാതി സമർപ്പിക്കുന്നത്. ആ സമയത്ത് 40 ആളുകളുടെ പരാതി കൊടുത്തിട്ടുണ്ട്. എന്നാൽ പിന്നീട് ഞങ്ങൾ അന്വേഷണത്തിൽ അറിഞ്ഞത് ഇവര് കേസ് കൊടുത്താൽ നിങ്ങളുടെ പൈസ തിരിച്ചു കിട്ടില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും അതിന് അവർക്കൊരു ഉറപ്പിനായിട്ട് ചെക്ക് കൊടുക്കുകയും ചെയ്ത് ആ ചെക്ക് മേടിച്ചു വെച്ചിരിക്കുന്ന കുറേ ആളുകൾ സംസ്ഥാനത്തുണ്ട്. ഈ 40 പേരുടെ മാത്രം പരാതി ആ കേസിനകത്ത് അവർ കൊടുത്തിരിക്കുന്ന രേഖകൾ വെച്ച് നോക്കിയപ്പോൾ 1,36,00,000 രൂപ 40 പേരുടെ മാത്രം.
ഇപ്പോൾ കുറെ കാര്യങ്ങൾ ഞങ്ങളുടെ വ്യക്തിപരമായ നഷ്ടം മാത്രമല്ല, ഇത്തരം തട്ടിപ്പുകൾ അത് ഓൺലൈൻ ആയാലും ഇത്തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകളായാലും, മറ്റൊരു കാര്യം ഇതിനിടയിൽ ഉയർന്നു വന്ന ഒരു വിഷയമാണ് പാതി വില തട്ടിപ്പ്. അതിനകത്തൊക്കെ എത്രയോ വൻകിടകളാണ് ബന്ധപ്പെട്ടിരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ വളരെ വലിയ ആശങ്ക തോന്നുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഇപ്പം നമ്മുടെ ലഹരി വിരുദ്ധ ക്യാമ്പയിനൊക്കെ പോലെ സാമ്പത്തിക തട്ടിപ്പിനെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിൻ തന്നെയാണ് ഈ കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടയിൽ ഞങ്ങളുടെ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടത്തിയെടുത്തിട്ടുള്ളത്. അത് തന്നെ തുടരും. പി അനിൽകുമാർ ഈ വിദേശത്ത് ജോലി നൽകാമെന്ന് പറഞ്ഞ് തട്ടിപ്പിനിരയായ ഇരകൾ നേതൃത്വം കൊടുത്തിട്ടുള്ള രൂപീകരിച്ചിട്ടുള്ള ആക്ഷൻ കൗൺസിലിന്റെ കൺവീനറാണ്.